ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമേഹ രോഗങ്ങളിലെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. എല്ലാവരെ സംബന്ധിച്ചോളം, പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കോംപ്ലിക്കേഷനാണ്. നമ്മുടെ പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗികളിലും ഡോക്ടർമാരിലും ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കോംപ്ലിക്കേഷനാണ് നെഫ്രോപ്പതി. സത്യത്തിൽ നമ്മുടെ പ്രമേഹം അൺകൺട്രോൾഡ് ആകുമ്പോൾ കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലുകളുടെ എൻഡോത്തീലിയത്തിന് ഡാമേജ് വരികയും അതിൻ്റെ ഭാഗമായി ഗ്ലോമറുലൻ്റെ ബേസൽ മെംബ്രെയിൻ തിക്കായി പോകും. ഈ തിക്കാവുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ജോലിയായ ഫിൽട്രേഷൻ നടക്കാതാവും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതിനുശേഷം ബേസൽ മെംബ്രെയിന് സ്ക്ലിറോസിസിലേക്ക് പോവുകയും ആ സമയത്ത് കിഡ്നിയിലെ രക്തക്കുഴലുകളിലെ പ്രഷർ വർദ്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഡയബറ്റിക് കൺട്രോൾ, ആവശ്യമായ മെഡിസിൻസ് ഉപയോഗിക്കുകയും അൺനെസസറിയായി പെയിൻ കില്ലേഴ്സ്, മറ്റു ഹെവി മെറ്റൽസ് എന്നിവ അവോയ്ഡ് ചെയ്യുകയുമാണ് വേണ്ടത്. ആവശ്യത്തിന് വെള്ളം കുടിക്കലും നിർബന്ധമാണ്. താങ്ക് യു.